കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന കേരള സ്റ്റോറി രണ്ടാം ഭാഗം സിനിമയ്ക്കെതിരായ SFIയുടെ ബീഫ് ഫെസ്റ്റും അതിനെതിരെയുള്ള MSFന്റെ ശക്തമായ നിലപാടും ശ്രദ്ധേയമായിരിക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യവും മതവിശ്വാസവും രാഷ്ട്രീയ പ്രതിഷേധങ്ങളും തമ്മിലുള്ള നേർത്ത അതിർവരമ്പുകളെക്കുറിച്ചുള്ള പുതിയ സംവാദങ്ങളാണ് ഈ സംഭവം തുടക്കമിട്ടിരിക്കുന്നത്. SFIയും MSFും തമ്മിലുള്ള ഈ രാഷ്ട്രീയ പോര് കേവലം ഒരു സിനിമയ്ക്കെതിരെയുള്ള പ്രതിഷേധം എന്നതിലുപരി കേരളത്തിലെ മതേതരത്വവും വിശ്വാസ സംരക്ഷണവും എങ്ങനെയായിരിക്കണം എന്നതിലേക്കുള്ള വിരൽ ചൂണ്ടലായി മാറുന്നു. കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട കേരള സ്റ്റോറി എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിനെതിരെ ക്യാമ്പസുകളിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് SFI തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ മാനവീയം വീഥിയിൽ നല്ല ചൂട് പൊറോട്ടയും ബീഫും എന്ന പേരിൽ SFI ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. RSS അജണ്ടകളും സംഘപരിവാർ പ്രൊപ്പഗണ്ടകൾക്കുമെതിരെയുള്ള രാഷ്ട്രീയ പ്രതിരോധമായാണ് SFI ഈ ഭക്ഷണ വിതരണത്തെ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണിതെന്ന് SFI നേതൃത്വം അവകാശപ്പെട്ടു. എല്ലാ ക്യാമ്പസുകളിലേക്കും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് അവരുടെ നീക്കം. എന്നാൽ SFIയുടെ ഈ സമരരീതി അശാസ്ത്രീയവും വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതുമാണെന്ന നിലപാടുമായി മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ രംഗത്തെത്തി. ബീഫ് വിളമ്പുന്നതിലൂടെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താനാകുമെന്ന് CPIM കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റിദ്ധാരണയാണെന്ന് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. വിശ്വാസികളെല്ലാം വർഗീയവാദികളാണെന്ന തെറ്റായ ധാരണ സൃഷ്ടിക്കാനാണ് ഇത്തരം ഫെസ്റ്റുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ ശ്രമിക്കുന്നതെന്ന് നജാഫ് കുറ്റപ്പെടുത്തി. RSSന്റെ ഫാസിസത്തെ നേരിടാൻ സാധാരണക്കാരായ ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതി അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ബീഫ് കഴിക്കുന്നവരാണെന്നിരിക്കെ തന്നെ ഗോമാംസം നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ടെന്ന് MSF ചൂണ്ടിക്കാട്ടുന്നു. ഒരു ചെറിയ വിഭാഗമാണെങ്കിൽ പോലും അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാനുള്ള ബാധ്യത ജനാധിപത്യ സമൂഹത്തിനുണ്ട്. ബീഫ് നിരോധനം എങ്ങനെയാണോ മനുഷ്യാവകാശ ലംഘനമാകുന്നത്, അതുപോലെ തന്നെയാണ് ബീഫ് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതും മറ്റൊരാളുടെ വിശ്വാസത്തിന് മുന്നിൽ അത് ആഘോഷമാക്കി മാറ്റുന്നതും. വിശ്വാസികൾ എല്ലാവരും RSS ആണെന്ന നിലപാട് തിരുത്തപ്പെടേണ്ടതാണെന്നും നജാഫ് തന്റെ കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരു മുസ്ലിം വിശ്വാസി പന്നിമാംസം കഴിക്കില്ല എന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മറ്റാരും അത് കഴിക്കരുത് എന്ന് മുസ്ലിങ്ങൾ നിർബന്ധിക്കാറില്ല. എന്നാൽ മുസ്ലിം വിശ്വാസികളെ പരിഹസിക്കാൻ വേണ്ടി ഒരു പോർക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചാൽ അത് എത്രത്തോളം അരോചകമാണോ അതിന് സമാനമാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് മുന്നിൽ നടത്തുന്ന ബീഫ് ഫെസ്റ്റ് എന്ന് MSF നിരീക്ഷിക്കുന്നു. എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനത്തോടെ കാണുന്നതിന് പകരം അവയെ വെല്ലുവിളിക്കുന്നത് മതേതരത്വത്തിന് ഗുണകരമാകില്ല. RSSനെ നേരിടാൻ ഇത്തരം സമരഭാസങ്ങളല്ല, മറിച്ച് ക്രിയാത്മകമായ പ്രതിരോധമാണ് വേണ്ടതെന്ന് CK നജാഫ് പറയുന്നു. ഭരണകൂടം അനുമതി നൽകുന്ന ഏത് സിനിമയും തിയേറ്ററിൽ പ്രദർശിക്കപ്പെടാം. എന്നാൽ കേരള സ്റ്റോറി ഒരു മുസ്ലിം വിരുദ്ധ സിനിമ എന്നതിലുപരി കേരള വിരുദ്ധ സിനിമയാണ്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടയെ നേരിടാൻ ബീഫ് വിളമ്പുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് MSF ഉയർത്തുന്നത്. സിനിമ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെ ആരും തിയേറ്റർ നിറയ്ക്കാൻ പോകുന്നില്ലെന്ന് കേരളത്തിലെ ജനത തെളിയിച്ചതാണ്. ഈ സാഹചര്യത്തിൽ ഭക്ഷണത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ. എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെയും എന്ന സന്ദേശമാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് നജാഫ് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഭക്ഷണമേശകളിലേക്ക് എത്തുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ പ്രതിഷേധമായി അവശേഷിക്കുന്നില്ല. അത് മനുഷ്യന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും കൂടി സ്പർശിക്കുന്നു. കേരള സ്റ്റോറി 2 പോലുള്ള സിനിമകൾ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾക്കിടയിൽ ജനാധിപത്യപരമായ പ്രതിരോധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിൽ വലിയൊരു പാഠം ഈ ചർച്ചകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിശ്വാസികളെ അപരവത്കരിക്കാതെയും എന്നാൽ ഫാസിസത്തോട് വിട്ടുവീഴ്ച ചെയ്യാതെയും മുന്നോട്ട് പോകാനുള്ള വഴിയാണ് കേരളം തേടേണ്ടത്. SFIയുടെ പൊറോട്ടയും ബീഫും സമരവും അതിനെതിരെയുള്ള MSFന്റെ വിശ്വാസ സംരക്ഷണ നിലപാടും വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തുമെന്ന് ഉറപ്പാണ്.